ഇനി പുതിയ രക്ഷകൻ ടൈറ്റിൽ നമ്മുടെ സൂര്യ സാറിന് സ്വന്തമാണ്. തങ്കമീൻ പടം ഒരു രക്ഷയില്ല. വിജയുടെ സ്ക്രിപ്റ്റ് സൂര്യ എടുത്ത പോലെ ഒരു ഫീലാണ്. It's not at all worth to watch. അടിപൊളി സൂപ്പർ പടമാണ്. പടം ആവറേജേ ഉള്ളതാണ്. നല്ല ഫിലിം, അതൊരു മാസ് ഫിലിം അല്ല, കുറച്ച് സ്റ്റോറി ഓറിയന്റഡ് ഫിലിംസ് ആണ്. നല്ല ഉണ്ടായിരുന്നു. കൊള്ളാം. തങ്കമീൻ പടം ഒരു രക്ഷയില്ല. നല്ല പടം. കാർത്തിക് സുബ്രാജ് പടം കൂടുതലൊന്നും ചോദിക്കാനില്ല, പോരാ. നമ്മൾ സൂര്യയിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചാണ് വരുന്നത്. വളരെ മോശമായി പോയി. സൂപ്പർ. ഇത് കാർത്തിക് സുബ്രാജ് പടമാണ്. നല്ല പടമല്ലേ? പടം കൊള്ളാം. കുഴപ്പമില്ല. അടിപൊളി കിട്ടില്ല പടം, ഒന്നും പറയാം. അടിപൊളി സൂപ്പർ. കന്നുവയിലൊരു വലിയ രക്ഷകനായിരുന്നു, ഇതിനകത്ത് രക്ഷകൻ തന്നെ. ഇനി പുതിയ രക്ഷകൻ ടൈറ്റിൽ നമ്മുടെ സൂര്യ സാറിന് സ്വന്തമാണ്. നല്ല പടം, ഡയറക്ഷൻ അടിപൊളി, റെട്രോ സ്റ്റൈലാണ് എടുത്തേക്കുന്നത്. സെക്കൻഡ് ഹാഫ് എനിക്ക് ചെറുതായിട്ടൊരു ലാഗ് അടിച്ചു, പക്ഷെ കുഴപ്പമില്ല. പടം ഇത്തിരി ലെങ്തി ആണെന്ന് തോന്നുന്നു. ഒറ്റ വാക്ക്, ഒരു കാർത്തിക് സുബ്രാജ് പടം. ടിപ്പിക്കൽ ഒരു കാർത്തിക് സുബ്രാജ് പടം. സൂര്യയും കൂടി ചേർന്നപ്പോൾ പക്ക. പിന്നെ താഴെ തന്നെ ഉണ്ട് ലവ് ലാഫർ വാർ, അത് തന്നെയാണ് പടം. സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ പാളിച്ച. അപ്പോൾ നമുക്കൊരു ആവറേജ് പടം എന്ന് പറയാം. പുള്ളിൻ്റെ മുമ്പത്തെ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഇതില്ല. അത് തിരിച്ചു വരുമെന്നും ഇവർ പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ സെക്കൻഡ് ഹാഫും കൂടെ ഇതേ ലെവലിൽ വന്നാൽ നന്നാവെന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു അപാകത. അതുകൊണ്ട് നമുക്കൊരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് പടം. അടിപൊളി സൂപ്പർ പടമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് പടം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ആക്ടിങ് വൈസ് ആയിരുന്നാലും സൂര്യ മൊത്തം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ കുറച്ച് ലാഗായിട്ട് തോന്നി, പക്ഷേ ബാക്കിയെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. കൊള്ളാം. നല്ല പടം. വിജയുടെ സ്ക്രിപ്റ്റ് സൂര്യ എടുത്ത പോലെ ഒരു ഫീലാണ്. ഡയറക്ഷൻ ലെവലൊക്കെ കൊള്ളാം. പിന്നെ ആ ഒരു സിംഗിൾ ഷോട്ടിന് നല്ല മച്ച് അപ്രീഷിയേറ്റഡ് ആണ്. നല്ല മേക്കിംഗ് ആണ്. പിന്നെ പഴയകാല എല്ലാ സംഭവം പുള്ളി ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഒരു ആവറേജ് പടം, അതാണ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളൊരു പ്രതീക്ഷയായിട്ട് വന്നതാണ്. പ്രതീക്ഷയുടെ നമ്മൾ മാസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. കാര്യം സൂര്യനെ ഞാൻ വെച്ച് ഇങ്ങനെ തേച്ചൊട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ 200 രൂപ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ 200 രൂപ ഉണ്ടായിരുന്ന കണ്ടല്ലേ, അതിൻ്റെ ഡയറക്ടർ കാർത്തികിനെ വിളിച്ചുകൊണ്ടായി നമ്മളെ കരമനയിൽ പോയിട്ട് 100 രൂപയ്ക്ക് ഒരു ചട്ടി പഴഞ്ഞി ഞാനും കൂടെ കുടിച്ചതായിരുന്നു. അയ്യാ കാര്യം കണ്ട് വയ്യ, അത് എങ്ങനെയും തീർന്നാൽ മതി. ശരീരം നടക്കണ്ടേ, അപ്പോൾ പഴിഞ്ഞു കുടിച്ചാലേ പറ്റുള്ളൂ. മൊത്തത്തിൽ ഒരു ആവറേജ് ഫീലാണ് കിട്ടിയത്. പെർഫോമൻസ് വൈസ് എല്ലാവരും കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നൈസാണ്, പക്ഷേ ഒരു ആവറേജ് ഫീലാണ്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ബിക്കോസ് 9 മണിക്ക് നമ്മൾ വന്ന് ഫസ്റ്റ് ഷോ കാണണമെങ്കിൽ നമുക്ക് ഈ ഹീറോയോ അല്ലെങ്കിൽ ആ ഡയറക്ടറിനോടോ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടോ അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വരുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും എനിക്കറിയില്ല. ക്ലൈമാക്സ് ഒക്കെ ആൾക്കാർ ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ വിജയ്ക്ക് വേണ്ടി എഴുതി സൂര്യ ചെയ്ത മൂവി പോലെ ആയിപ്പോയി. നാടിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ഹീറോ അവസാനം നാടിനെ രക്ഷിക്കുന്നു. എന്താണ് എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വർത്ത് ടു വാച്ച്. എക്സ്പെക്റ്റേഷൻസ് ഇല്ലായിരുന്നു ടു ബി ഫ്രാങ്ക്. പക്ഷേ എന്നാൽ ഇത്രയും പൊട്ടയായിരിക്കും എന്ന് വിചാരിച്ചില്ല.